കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി വി ആർ ഫീച്ചറിംഗ് എ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന പോഡ്കാസ്റ്റ്. നമസ്കാരം. നമസ്കാരം. പ്രൈവസി റീസൺസ് ഉള്ളതുകൊണ്ടും ഞങ്ങൾ നിങ്ങളുടെ പേര് പരാമർശിക്കുന്നില്ല, ഞങ്ങൾ നിങ്ങളുടെ മുഖം റിവീൽ ചെയ്യുന്നില്ല. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? സ്പെഷ്യലി കേരളം അങ്ങനെയൊന്നുമില്ല, എല്ലാ സ്ഥലത്തും എല്ലാവരും വിളിക്കാറുണ്ട്. വിളിക്കുന്ന സ്ഥലത്തൊക്കെ പോകും. അവരെന്തൊക്കെ പറയുന്നു, നോർമലി എല്ലാവർക്കും ഫീലിങ്സ് ഉള്ളതാണ്. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് ദൈവം തമ്പുരാൻ വന്ന് സ്വർഗത്തിലേക്ക് വാന്ന് പറഞ്ഞു വിളിച്ചാലും ഞാൻ എങ്ങോട്ടേക്കില്ല. വെരി ബിസിയാണേ. പുറത്ത് അവരുടെ ലൈഫ് ഒരുമാതിരിയാണ്, പക്ഷെ ഒരു ബെഡ്റൂമിനകത്ത് പോകുമ്പോൾ അവരുടെ സ്വഭാവവും അവരുടെ ക്യാരക്ടറും അത് വേറെ ഒരു രീതിയാണ്. നമുക്കൊക്കെ അറിയാത്ത വളരെയധികം സ്വകാര്യ ജീവിതത്തിൽ അവർ ഈ പറയുന്ന പോലെ അവരുടെ സെക്ഷൽ ഫാന്റസീസ് ഒക്കെ നിങ്ങൾ റിവീൽ ചെയ്യാറുണ്ട്. പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രൊഫഷൻ സെലക്ട് ചെയ്യാൻ കാരണം? ഒരു മനസുഖം. എനിക്ക് ആവശ്യത്തിലേറെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിത് ഈ പ്രൊഫഷനിൽ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു ലൈഫിന്റെ സാഹചര്യം സിറ്റുവേഷൻ കൊണ്ട് ഞാൻ പിന്നീട് എന്നെ ചൂസ് ചെയ്തതാണ്. ഇവനാളൊരു സകല എന്തോടാ വല്ലവൻ. എപ്പോഴെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഇത് ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇപ്പൊ ജോലിയായിട്ട് പോയിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? സെലിബ്രിറ്റീസ് അടക്കം നിങ്ങളെ കോൾ ചെയ്യാറുണ്ട് എന്നുള്ളത് വളരെ സജീവമായിട്ട് തന്നെ സെലിബ്രിറ്റി എൻകൗണ്ടേഴ്സിൽ അപ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ടോ? കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൽ കോണ്ടാക്ട് ചെയ്ത ഉടനെ മീറ്റ് ചെയ്യാമോ അങ്ങനൊന്നും ചോദിക്കില്ല. ഫസ്റ്റ് നല്ല ഫ്രണ്ട്ലിയായിട്ട് സംസാരിക്കും. നമുക്കറിയാമല്ലോ അവർ എന്തിനാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. അല്ല, അതിൽ എനിക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം ഫുള്ള് ചാറ്റിങ്ങും വിളിയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചോദിക്കും, ഒരു ദിവസം എൻ്റെ കൂടെ ഒന്ന് സ്റ്റേ ചെയ്യാമോ? നീ വിഷമിക്കാണ്ടിരിക്കും. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.